പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 23 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടക്കൊല നടന്നു. ഗാന്ധിജിയുടെ നാട്ടിൽ ഒരു വംശഹത്യ നടന്നു. ആ വംശഹത്യയിലെ കുറ്റവാളികൾ രാജ്യാധികാരം ഏറ്റെടുത്തു. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളെയും തേച്ചുമാച്ചു കളഞ്ഞു. ഫോറൻസിക് റിപ്പോർട്ടുകൾ പോലും തള്ളിക്കളഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഗോത്ര റെയിൽവേ നിയോഗിച്ച കമ്മീഷൻ കൃത്യമായി പഠിച്ച് പരിശോധിച്ച് ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? പുറത്തുനിന്നല്ല തീയുണ്ടായത്, അകത്തു നിന്നാണ്. എന്നാൽ ഗോത്രയിലെ മുസ്ലിങ്ങളാണ് തീയിട്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് 27, 28 തീയതികളിൽ അവിടെ ഈ കൂട്ടക്കൊലകളൊക്കെ നടത്തിയത്. മുസ്ലിങ്ങൾക്കെതിരായിട്ട് കലാപം ഉണ്ടാക്കണം, ഇതിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ബാബു ബജ്രംഗി മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താൽ മനുഷ്യന്റെ പച്ചമാംസം വെട്ടിനുറുക്കിയതും ചുടുചോരയിൽ ആനന്ദ നിർവൃതി അണഞ്ഞതിനെക്കുറിച്ചും 2007 തെഹൽക്കൽക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുസ്ലിങ്ങളെ ഞങ്ങൾ വെട്ടിനുറുക്കി, കത്തിച്ചു, അങ്ങനെ പലതും ചെയ്തു, പലതും. അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ആ ബാസ്റ്റേഴ്സ് പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ്. അതവർ ഭയക്കുന്നത് കൊണ്ട് അവർക്ക് അത് തന്നെ സംഭവിക്കണം. ആ അഭിമുഖത്തിന്റെ ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളെ കൊന്നപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന ചോദ്യത്തിന് ബാബു ബജ്രംഗി പറഞ്ഞ മറുപടി മാസാ ആത്താ ഹേ നാ സാഹിബ്, ഞാൻ ആസ്വദിക്കുകയായിരുന്നു സുഹൃത്തെ എന്നാണ്. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം. ഈ നാടിന് ഇതൊന്നും ഓർക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നുതള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, എത്ര വെട്ടിമാറ്റിയാലും, എത്ര പേരുമാറ്റിയാലും ഉണങ്ങില്ല. ഫാസിസ്റ്റുകൾ ഭയക്കുന്നത് ചരിത്രത്തെ മാത്രമാണെന്നിരിക്കലും ആ ഭയത്താൽ യാഥാർത്ഥ്യത്തിനുമേൽ കത്തിവെക്കേണ്ടി വരുന്നതും ഈ കാലത്തിന്റെ ഗതികേടിനാലാകണം. ഔറംഗസീബിന്റെ ചരിത്രത്തെ സിനിമയായി വളച്ചൊടിച്ച് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുന്ന കാലത്ത് ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയത് കലാപമല്ല, മുസ്ലിം വംശഹത്യയായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെ ആയവർ ഓർക്കുന്നത് നല്ലതാകും. അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ്. ഗാന്ധി സ്വയം നിറയൊഴിച്ചതല്ല, ബാബരി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല, ഗുജറാത്തിൽ മനുഷ്യർ സ്വയം നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയതുമല്ല. 27-ാം തീയതി രാവിലെ 5:30 മണിക്കും 6 മണിക്കുമാണ് ആ സബർമതി എക്സ്പ്രസ് ഗോധ്ര റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകേണ്ടത്. ഗുജറാത്തിൽ എൻ്റർ ചെയ്യുന്ന ദാഹോദ് എന്നുള്ള സ്റ്റേഷനാണ്. ദാഹോദ് കഴിഞ്ഞിട്ട് അടുത്ത് ഗോധ്ര സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് ബറോഡയിൽ നിന്ന് ടുവേഴ്സ് നോർത്ത് വന്നിട്ട് അഹമ്മദാബാദ് വരികയായിരുന്നു. പക്ഷേ അതൊന്നും താമസിച്ച് 7:30 മണിക്ക് വന്നു. 7:30 മണിക്ക് വന്നപ്പോൾ ഈ S6 എന്നുള്ള ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഉള്ള കരസേവകർ അവരെ ഈ കൂട്ടമായിട്ട് പോകുമ്പം അവർ സ്റ്റേഷനിൽ ഇറങ്ങി ആ സ്റ്റേഷനിൽ ആപ്പിൾ വിൽക്കുക, ഈ വഴി വാണിഭക്കാരെന്ന് പറയാം, അല്ലെങ്കിൽ വെൻഡേഴ്സ്, അവരുടെ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിക്കും, പൈസ തിരിച്ചു കൊടുക്കില്ല. 4-5 പേരായിട്ട് 10 ആപ്പിൾ എടുത്തുകൊണ്ട് പോകും. ഇത് അവരെ ഈ കരസേവ കഴിഞ്ഞ് മടങ്ങുന്ന S6-ലുള്ള ആളുകൾ, S6-നുള്ള X5-ൽ S3-ലൊക്കെ ഈ കരസേവകരുണ്ടായിരുന്നു. അവർ പലരും ഇത് ചെയ്തു. ചെയ്തപ്പോഴേ ഇവർ എതിർത്തു. അങ്ങനെ ഊന്തും തള്ളുണ്ടായി. ഈ ഗോധ്ര സ്റ്റേഷനിലെ ഒരു പ്രത്യേകത, അവിടുത്തെ സാമൂഹ്യമായ ഒരു പശ്ചാത്തലം, അവിടുത്തെ ആളുകളുടെ നേച്ചർ വളരെ രസകരമാണ്. അത് ഖാച്ചി മുസ്ലിംസ് എന്നുള്ള ഒരു മുസ്ലിം വിഭാഗമാണ് അവിടെ താമസിക്കുന്നത്. അവരെ മുൻപ് സുൽത്താൻമാരുടെയും ഔറംഗസീബിൻ്റെയും മുഗളന്മാരുടെ സോൾജേഴ്സ് ആയിരുന്നു. ഈ മുഗള രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം അവർക്ക് ബ്രിട്ടീഷ് ആർമി ചേരാനുള്ള വിദ്യാഭ്യാസവുമില്ല, ഇല്ലിറ്ററേറ്റാണ്. അപ്പോൾ അവരെ കുറച്ചുപേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ മറ്റവരെല്ലാം ചെറിയ പെറ്റി ബിസിനസ് നടത്തുമായിരുന്നു. അവരുടെ ഈ വസ്തുക്കൾ പിടിച്ചു പറിച്ചാൽ അവർ തല്ലും. അങ്ങനെ അവർ ഉന്തും തള്ളുന്ന ഉണ്ടായിരുന്നു. പിന്നെ ഈ കരസേവകരുടെ വേറൊരു ദൂഷ്യം എന്ന് വെച്ചാൽ, ഒരു താടി വെച്ച ഒരു മുസ്ലിമിനെ അവർ പിടിച്ച് ജയ് ശ്രീറാം ബോലോ എന്ന് പറഞ്ഞു, ശ്രീരാമനെ ജയ് വിളിക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഇനീഷ്യൽ റിപ്പോർട്ടിൽ അവിടുന്ന് പോലീസിന് കളക്ടറും
ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കളക്ടർ അയച്ചത്, പോലീസുകാരും അയച്ചത്. ഇതാണ് അവിടെ നടന്ന സംഭവം. അതിൽ ഈ പ്രൊവക്കേഷൻ ഉണ്ടാകാനുള്ള കാരണം S16 തീവണ്ടി കയറാൻ നിന്ന ഒരു ചെറുപ്പക്കാരി മുസ്ലിം പെൺകുട്ടിയെയും അയാളുടെ അമ്മയും ഉണ്ടായിരുന്നു. അവരെ ബലാത്കാരമായി S16 പിടിച്ചു കയറ്റി. ഇത് ആ മുസ്ലിങ്ങളെല്ലാം കണ്ടു. അത് വലിയ ബഹളമായി. പക്ഷെ ഭാഗ്യത്തിന് അതിനകത്ത് കരസേവകരുടെ ഭാഗമായിട്ടുള്ള പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അവർ പ്രിയ പെൺകുട്ടിയെ പിടിച്ചു കയറ്റിയെന്ന് പറഞ്ഞാൽ അവരെ ഇറക്കി വിട്ടു, മറു സൈഡിൽ കൂടെ ഇറക്കി വിട്ടു. പക്ഷേ ജനങ്ങൾക്ക് ഇത് ബോധ്യമായില്ല. അത് പെണ്ണിനെ പിടിച്ചോണ്ടുപോയി എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കല്ലേറ് തുടങ്ങിയത്. ഈ കല്ലേറ് 7:30 മണിക്ക് തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കല്ലേറ് തുറന്നിരിക്കാം. ഇതിൽ ഈ ടൈം ആയതിനു ശേഷം ബോഗി വിട്ടുപോയതിനു ശേഷം ചില കരസേവകർ വെളിയിലായിപ്പോയി. അത് അവർ തന്നെയാണ് ചെയിൻ പിടിച്ച് നിർത്തിയത്. ആ ചെയിൻ പിടിച്ച് നിർത്തിയത് ഒരു ഈ സ്റ്റേഷൻ വിട്ടിട്ട്, പ്ലാറ്റ്ഫോം വിട്ടിട്ട് ഒരു പൊക്കമുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ഗ്രൗണ്ട് ലെവലിലും ഈ കമ്പാർട്ട്മെൻറ്റുമായിട്ട് വളരെ ഉയർച്ചയായിരുന്നു. അത് സിഗ്നൽ ഫലിയ എന്ന് പറയും. അതൊരു മുസ്ലിം സ്ലം ആയിരുന്നു. ആ സ്ഥലത്താണ് നിന്നത്. അവിടെ ഈ മുസ്ലിം പെണ്ണിനെ അകത്ത് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നുള്ള റൂമർ അവിടെ എത്തി. അപ്പോൾ അവരെല്ലാം അവിടെ കൂട്ടം കൂടി ഇവരെ ഈ S16 തീപ്പന്തങ്ങൾ എറിഞ്ഞെന്നാണ് കേസ്. പക്ഷേ അതിനകത്ത് തീപ്പന്തം താഴെ നിന്ന് എറിയാനൊക്കെ ഇല്ല. അങ്ങനെ പല സംശയാസ്പദമായ കാര്യമുണ്ട്. അവിടെ വെച്ചാണ് ഈ 58 പേര് ഇതിന് തീ പിടിച്ച് മരിച്ചു പോയത്. ഈ ഡെഡ് ബോഡീസിന് അഹമ്മദാബാദ് സിറ്റിയിലെ ഈ കമ്മ്യൂണൽ ജ്വരം കത്തി നിൽക്കുന്ന അഹമ്മദാബാദ് സിറ്റിയിലെ ഈ സ്റ്റേറ്റ് VHP ചീഫ് ജയദീപ് പട്ടേൽ അയാൾ അവിടെ പ്രദർശിപ്പിച്ചു. ഈ വിശ്വഹിന്ദു പരിഷത്ത് ചീഫിനുമായിട്ട് ഈ ഡെഡ് ബോഡിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് റിലീസ് ചെയ്യാൻ പാടില്ല. അത് പോട്ടെ, അത് വേറെ ഇഷ്യൂസാണ്. അതിനുശേഷം ഈ ഡെഡ് ബോഡീസ് പരേഡ് ചെയ്ത ആ സ്ഥലങ്ങളിലെല്ലാം ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇസ്ലാം വിരുദ്ധ പ്രകടനങ്ങളും പോലെ പലതും നടന്നു. പിന്നെ മിയാബായി ചോർ ഹേ, മിയാബായി കുമാരോ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് പ്രോഫറ്റിനെ പറ്റിയൊക്കെ വളരെ മോശമായ അഭിപ്രായ പഠനങ്ങളുണ്ടായി. അന്ന് വൈകുന്നേരം തൊട്ട് ഒരു സീരിയസ് ലഹളയുടെ ഒരു അന്തരീക്ഷം അഹമ്മദാബാദിലുണ്ടായി. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.